ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മുടെ ഏരിയ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഏരിയയിലെ കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന സെക്ഷനാണ് ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് അല്ലെ. അപ്പൊ അതിനകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തുവായിരുന്നു, ആദ്യം നമ്മൾ ട്രയാങ്കിൾസിന് ഈക്വൽ ഏരിയയുള്ള ട്രയാങ്കിൾസിനെ കുറിച്ച് പഠിച്ചു. പിന്നീട് നമ്മൾ വരയ്ക്കാൻ തുടങ്ങിയത് എന്ത് ചെയ്യുന്നുണ്ട്, കോഡിലാറ്ററൽ ഈക്വൽ ഏരിയ ഉള്ള ട്രയാങ്കിൾ, അതുപോലെ പെന്റഗൺ ഈക്വൽ ഏരിയ ഉള്ള ട്രയാങ്കിൾ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കൺസ്ട്രക്ഷൻസ് ഒക്കെ ചെയ്യുകയായിരുന്നു ചെയ്തത്. ഓക്കെ, ആ സെക്ഷനിൽ തന്നെയുള്ള ഒരു ക്വസ്റ്റൻ ആണ്. പക്ഷെ ഞാൻ മലപ്പുറം പറയാൻ കിട്ടുന്ന കാര്യം ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് സമയമുണ്ട്. ഇത് വരയ്ക്കാനൊക്കെ എളുപ്പമാണ്, പക്ഷെ ഇത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായി വരണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റൻ ആണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞാൻ തൽക്കാലം ഈ ഒരു ക്വസ്റ്റ്യൻ വേണ്ടി മാത്രം ഞാൻ ഒരു വീഡിയോ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, നമ്മുടെ പേജ് നമ്പർ 16 അല്ലെ. പേജ് നമ്പർ 16 കിടക്കുന്ന 4th ക്വസ്റ്റ്യൻ നോക്കി. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? ദ പിക്ചർ ഷോസ് എ റെക്ടാംഗിൾ ഡിവൈഡ് ഇൻടു 2 പാർട്സ്. Instead of the broken line separating these parts, draw a straight line to divide the rectangle into 2 other parts of the same area. Calculate the areas of these parts. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഒരു റെക്ടാംഗിൾ തന്നിട്ടുണ്ട് ഉണ്ടല്ലോ. ഈ റെക്ടാംഗിളിനെ 2 ലൈൻ, അതാണ് ഒരു ബ്രോക്കൺ ലൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ കുറെ മെഷർമെന്റ്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ബ്രോക്കൺ ലൈൻ എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്. ഇത് ഉപയോഗിച്ച് ഈ 2 ലൈൻ ഉപയോഗിച്ചിട്ട് ഈ റെക്ടാംഗിളിനെ 2 ഭാഗമൊക്കെ, നിങ്ങൾക്ക് ഈ മെഷർമെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി കണ്ടല്ലോ. ഞാൻ തൽക്കാലം ഇത് അങ്ങ് ഒഴിവാക്കുകയാണ്. ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 സെന്റിമീറ്റർ, ഇങ്ങോട്ട് 2 സെന്റിമീറ്റർ ആണ്. നമുക്ക് പിന്നെ വേണം. ഇപ്പൊ തൽക്കാലം ഞാൻ ഇതിപ്പോ അങ്ങ് ഒഴിവാക്കുകയാണ്. ഓക്കെ, നിങ്ങൾ റെക്ടാംഗിളിന്റെ ഉൾഭാഗം മാത്രം നോക്കിയാൽ മതി. ഇതാണ് ഈ റെക്ടാംഗിൾ. ഈ റെക്ടാംഗിളിനെ എന്ത് ചെയ്യുന്നുണ്ട്, 2 ലൈൻ ഉപയോഗിച്ച് 2 ഭാഗങ്ങളാക്കിയിരിക്കുന്നു. ഇവയുടെ ഏരിയ എത്രയോ ആയിക്കോട്ടെ, നമുക്കത് അറിയേണ്ട കാര്യമൊന്നുമില്ല. ഈ പറഞ്ഞിരിക്കുന്ന റെക്ടാംഗിളിന്റെ എന്താ പറഞ്ഞിരിക്കുന്നേ, ഈ 2 ലൈൻ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്ത ഇതിനെ ഒറ്റ ലൈൻ ഉപയോഗിച്ചിട്ട്, അതായത് ഈ ബ്രോക്കൺ ലൈന് പോലെ ഒരു സിംഗിൾ ലൈൻ, അതെനിക്ക് ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ഒരു ഒറ്റ ലൈനെ വരയ്ക്കാവും. ഒറ്റ ലൈൻ ഉപയോഗിച്ച് വരയ്ക്കുമ്പോ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം ഇതിന്റെ ഏരിയ എങ്ങനെയാണോ ഡിവൈഡ് ചെയ്തത് അതേപോലെ വേണം ഡിവൈഡ് ചെയ്യാൻ. ഇപ്പൊ ഇവിടെ ഇപ്പൊ ഒരു 6ഉം ഇവിടെ ഒരു 10ഉം ആണെന്നിരിക്കട്ടെ. അപ്പൊ നമ്മൾ ആ സ്ട്രെയിറ്റ് ലൈൻ ഒറ്റയ്ക്ക് വരച്ചു കഴിഞ്ഞാൽ അപ്പോഴും എന്തായിട്ട് തന്നെ ഡിവൈഡ് ചെയ്യണം, 6ഉം 10ഉമായിട്ട് തന്നെ ഡിവൈഡ് ചെയ്യണം. അതൊന്നും ശ്രദ്ധിക്കേണ്ട പ്രോബ്ലം ആണ്. കാര്യം ഇത് വരയ്ക്കാൻ എളുപ്പമാണ്, ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണ് കുറച്ച് ബുദ്ധിമുട്ട്. അപ്പൊ നോക്കിക്കൊള്ളുക. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്, ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയുകയാണ്. റെക്ടാംഗിളിൽ ബ്രോക്കൺ ലൈൻ ഉപയോഗിച്ച് 2 പാർട്ടാക്കിയിരിക്കുന്നു. 2നും അതിന്റേതായ ഏരിയ ഉണ്ട്. അത് നമുക്ക് ഇപ്പൊ തൽക്കാലം വേണ്ട. ഇനി പറഞ്ഞിരിക്കുന്നത് ആ 2 ലൈൻ, അതായത് ബ്രോക്കൺ ലൈനിന് പകരം ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് ഇതിനെ സെപ്പറേറ്റ് ചെയ്യണം. സെപ്പറേറ്റ് ചെയ്യുമ്പോഴും ഇപ്പോൾ കിട്ടിയ അതേ ഏരിയകൾ തന്നെ ആയിരിക്കണം എന്ത് ചെയ്യുന്നത്, നമുക്ക് ആ സമയത്ത് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഞാനൊരു പേര് എടുക്കുകയാണ് അതിന്. എ ബി സി ഡി. ഇവിടെ പി ക്യു ആർ. ഓക്കെ ആണല്ലോ. പി ക്യു ആർ. ഓക്കെ. അപ്പോ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യാൻ പോകുന്നത്, ആ പി ആർ അങ്ങ് കണക്ട് ചെയ്യാൻ പോണേ. എന്ത് ചെയ്യാൻ പോവാണ്, പി ആർ കണക്ട് ചെയ്യാം. കണ്ടല്ലോ, പി ആർ എന്ത് ചെയ്തു, കണക്ട് ചെയ്തു. എന്നിട്ട് പി ആറിന് പാരലായിട്ട് ക്യൂവിലൂടെ ഒരു ലൈൻ വരയ്ക്കാം. പി ആറിന് പാരലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ക്യൂവിലൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ പോവാണ്. പി ആർ എന്ന് പറയുന്ന ലൈൻ കണ്ടോ, പി ആറിന് പാരലായിട്ട് ക്യൂവിലൂടെ, ശ്രദ്ധിച്ചോണേ, പി ആറിന് പാരലായിട്ട്. ഇതൊക്കെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു. ഓക്കെ, ഇതും ശരിക്കും ഡോട്ട് ലൈൻ്റെ ആവശ്യമേ ഉള്ളൂ. നമുക്കിത് സ്ട്രെയിറ്റ് വരയ്ക്കണമെന്നൊന്നുമില്ല. ഡോട്ട് ലൈൻ വരയ്ക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്.
ഇതല്ല നമ്മുടെ റിക്വയർഡ് ലൈൻ. നമ്മുടെ റിക്വയർഡ് ലൈൻ മാത്രം നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ച് നിർത്തിയാൽ മതി. ഓക്കെ ആണല്ലോ. ഇപ്പം നിങ്ങൾ ഇവിടുന്ന് ഇങ്ങോട്ടോ കണക്ട് ചെയ്യാം. അതായിരിക്കും നമ്മുടെ റിക്വയർഡ്. ഇനി എങ്ങനെയാ വന്നേന്നുള്ളത് ഞാൻ പറയാം. ഞാൻ തൽക്കാലം ഇപ്പൊ ഈ പോയിന്റ് ഞാൻ എസ് എന്ന് വിളിച്ചു. ഇനി ആറും എസും കൂടെ അങ്ങ് കണക്ട് ചെയ്യാം. അത് സ്ട്രെയിറ്റ് ലൈനായിട്ട് തന്നെ വരയ്ക്കുക. ഇവിടെ നമ്മുടെ ആർ എസ് എന്ന് പറയുന്ന ആ സിംഗിൾ ലൈൻ, അവരെന്താ പറയുന്ന ഒറ്റ ലൈൻ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യണമെന്ന്, ആ സിംഗിൾ ലൈനാണ് നമ്മുടെ ആൻസർ. വരയ്ക്കാൻ ഇത്രയേ ഉള്ളൂ സംഭവം. പക്ഷെ ഇതെങ്ങനെയാണ് വന്നതെന്നുള്ളതാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ പറയാൻ പറ്റും, ഇപ്പൊ ആദ്യം ഉണ്ടായിരുന്ന ഏരിയ ഡിവിഷൻ അതുപോലെ തന്നെയാണ് ഇപ്പൊ നടന്നതെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഓക്കെ ആണല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ സ്വാഭാവികമായിട്ട് ഒരു റെക്റ്റാങ്കിള് ഇതിനെ 2 ഭാഗമാക്കി. ഇപ്പൊ ഉള്ള ഇതിന്റെ ഏരിയ, ഇപ്പൊ മൊത്തം ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു 100 ആണെന്നിരിക്കട്ടെ. ടോട്ടൽ ഏരിയ 100. അപ്പൊ ഇത് 40 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 60 ആയിരിക്കത്തില്ലേ? സിമ്പിൾ ആയിട്ട്. അപ്പൊ റെക്റ്റാങ്കിൾ മാറുന്നില്ല. അപ്പൊ അതിനകത്ത് ഒരു പാർട്ടിന്റെ ഏരിയ എത്രയാണോ അതെന്ന് പറയുന്നത് ടോട്ടൽ ഏരിയയിൽ നിന്ന് അടുത്ത് സബ്ട്രാക്ട് ചെയ്ത് അടുത്ത തന്നെ ഏരിയ കിട്ടും അല്ലേ? അപ്പോ അങ്ങനെയെങ്കിൽ ഞാൻ വേറൊരു ലൈൻ വരയ്ക്കുന്നു. ഇതിന്റെ ഏരിയ 40 ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത് 60 ആവത്തില്ലേ? ആകുള്ള കാര്യം ടോട്ടൽ ഏരിയ മാറുന്നേ ഇല്ല. അപ്പൊ അതേപോലെ ഇവിടെ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന ഒരു പാർട്ടിന്റെ ഏരിയ തന്നെയാണ് ഇപ്പോ സ്ട്രെയിറ്റ് ലൈൻ വരച്ചപ്പോ കിട്ടിയ ഒരു പാർട്ടിന്റെ ഏരിയ എന്ന് തെളിയിച്ചാൽ മതി. അപ്പൊ സ്വാഭാവികമായിട്ടും ബാക്കി പാർട്ടിന്റെ ഏരിയ എന്താ ആയിക്കോളും? ഈക്വൽ ആയിക്കോളും. ഇനി ഇത് എങ്ങനെയാണ് ഈക്വൽ എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളൂ. അത് നിങ്ങൾ ഇത്രയേ ഉള്ളൂ, കൺസ്ട്രക്ഷൻ ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാം. നമുക്ക് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയി. നമുക്ക് എക്സ്പ്ലനേഷൻ ഒന്നും എഴുതേണ്ട കാര്യമില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളൂ. നമുക്കിനി ഇതിന്റെ ഏരിയയും കൂടെ കണ്ടുപിടിച്ചാൽ മതി, നമുക്ക് എളുപ്പം ആൻസർ ആയി. ശരി, അപ്പോ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഞാൻ APQRD കണ്ടോ, APQRD ഒരു പെന്റഗൺ അല്ലേ? ഏരിയ ഓഫ് പെന്റഗൺ APQRD ഈക്വൽ ടു APQRD എന്ന് പറയുന്ന പെന്റഗണിന്റെ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ഏതൊക്കെ ചേരുന്ന APRD എന്ന് പറയുന്ന കോഡിലാറ്ററിലും അതുപോലെ PQR എന്ന് പറയുന്ന എന്താ ട്രയാങ്കിളും കൂടെ ചേരുന്നില്ലയോ? അപ്പം ഏരിയ ഓഫ് കോഡിലാറ്ററൽ APRD ശ്രദ്ധിച്ചാലേ കിട്ടത്തുള്ളേ, പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR. ട്രയാങ്കിൾ PQRും ട്രയാങ്കിൾ APRDയും കൂടെ ചേരുമ്പോൾ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന ബ്രോക്കൺ ലൈൻ ഉള്ള സമയത്തുള്ള, അതായത് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നിരുന്ന പിക്ചറിനകത്തെ ഒരു ഭാഗത്തിന്റെ ഏരിയ, അതായത് ആ പെന്റഗണിന്റെ ഏരിയ. ഓക്കെ ആണല്ലോ, അതവിടെ നിൽക്കട്ടെ. ഇനി നോക്കിയേ, നമ്മൾ ഈ 2 ഡോട്ടർ ലൈൻ അത് പാരലൽ അല്ലേ? 2 ഡോട്ടർ ലൈൻ പാരലൽ ആണ്. അപ്പോ ആ പാരലൽ ആണെങ്കിൽ അതിൽ PR എന്ന് പറയുന്ന കോമൺ ബേസ് അല്ലേ? PR എന്താണ്? കോമൺ ബേസ് ആണ്. അപ്പം ഒരു കോമൺ ബേസ് ബിറ്റ്വീൻ ദ സെയിം പാരലൽസ് ആണെങ്കിൽ ട്രയാങ്കിൾസിന്റെ ഏരിയ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ സെയിം ഏരിയ വരുന്ന 2 ട്രയാങ്കിൾ ഉണ്ട്. ഏതൊക്കെയാ? ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR ഈക്വൽ ടു ട്രയാങ്കിൾ PQRന്റെ ഏരിയ ഓഫ് ട്രയാങ്കിൾ PSR. PQRന്റെ ഏരിയയും PSRന്റെ ഏരിയയും എന്താണ്? ഈക്വൽ ആണ്. PQRന്റെ ഏരിയ എത്രയാണോ അത് തന്നെയായിരിക്കും PSRന്റെ ഏരിയ. റീസൺ എന്താണ്? ട്രയാങ്കിൾസ് ബിറ്റ്വീൻ ദ സെയിം പാരൽസ് ആൻഡ് സെയിം ബേസ് ഹാവ് ദ സെയിം ഏരിയ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ഒരേ ബേസോട് കൂടി ഒരേ പാരലൈൻസിന് ഇടയ്ക്കുള്ള ട്രയാങ്കിൾസിന്റെ ഏരിയ സെയിം ആയതുകൊണ്ട് PQRന്റെ ഏരിയ തന്നെയാണ് ഏതാ? PSRന്റെയും ഏരിയ. ഓക്കെ ആണോ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇവിടെ ഇപ്പൊ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചില്ലയോ? ഒരൊറ്റ ലൈൻ വരച്ചു. അത് ബ്രോക്കൺ ലൈന് പോലെ നമ്മളൊരു സിംഗിൾ ലൈൻ വരച്ചു. ഇനി അത് എങ്ങനെ ആൻസർ ആയെന്നുള്ളതാ പറയാൻ പോകുന്നത്. ആ വരച്ചപ്പോ കിട്ടിയ ഭാഗത്തിന്റെ ഏരിയ ഇതിന്റെ ഏരിയക്ക് ഈക്വൽ ആവണം, എങ്കിലേ നമ്മൾ വരച്ചത് കറക്റ്റ് ആവത്തുള്ളൂ. ഇനി അത് ഈക്വൽ ആണോ എന്നുള്ളത് നോക്കാൻ പോകുന്നത് ഏതാ? ASRD. അതെന്താണ്? കോഡിലാറ്ററൽ അല്ലേ? അപ്പം കോഡിലാറ്ററൽ ASRDയുടെ ഏരിയ ഓഫ് കോഡിലാറ്ററൽ ASRD ഈക്വൽ ടു ഏരിയ ഓഫ് കോഡിലാറ്ററൽ ASRD എന്ന് പറയുന്നത്
എന്തിന് ഈക്വൽ ആയിരിക്കും? നോക്കി, അത് നോക്കിക്കഴിഞ്ഞാൽ APRD എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററലും PSR എന്ന് പറയുന്ന ട്രയാങ്കിളും കൂടെ ചേർന്നല്ലേ ഉണ്ടാവുന്നത്. അപ്പം ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ APRD പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ PSR അല്ലെ? തൊട്ട് മുകളിലത്തെ സ്റ്റെപ്പ് നോക്കിയേ, അതിൽ PSRന്റെ ഏരിയ എന്തിന് ഈക്വലാ? PQRന്റെ ഏരിയക്ക് ഈക്വലാ. അപ്പൊ ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ APRD പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR. ഇനി നിങ്ങളൊന്ന് നോക്കിയേ, ഇതിനെ ഞാൻ 1 എന്നും ഇപ്പൊ കിട്ടിയതിനെ 2 എന്നും വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ 1 ഉം 2 ഒന്ന് കമ്പയർ നോക്കിയേ. അവിടെ പെന്റഗന്റെ ഏരിയ, പെന്റഗൺ APQRയുടെ ഏരിയ എന്താ കിട്ടിയത്? ഏരിയ ഓഫ് ട്രയാങ്കിൾ APRD പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR. ഇവിടെ ക്വാഡ്രിലാറ്ററൽ ASRDയുടെ ഏരിയോ? ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ APRD പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR. ഓക്കെ, ഇത് രണ്ടും സെയിം അല്ലേ? ഇത് രണ്ടിന്റെ റൈറ്റ് സൈഡ് സെയിമാ, എന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡും സെയിം ആണ്. പക്ഷെ പെന്റഗന്റെ ഏരിയ എന്താണോ അത് തന്നെയാണ് ഈ ക്വാഡ്രിലാറ്ററിന്റെ ഏരിയ. എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചപ്പോ കിട്ടിയ ഒരു ഭാഗമായിരുന്നു ആ ക്വാഡ്രിലാറ്ററൽ. ആ ക്വാഡ്രിലാറ്ററിന്റെ ഏരിയ എന്തിന് ഈക്വൽ ആണ്? ആദ്യം ഉണ്ടായിരുന്ന പെന്റഗന്റെ ഏരിയക്ക് ഈക്വൽ ആണ്. ഈ സ്റ്റെപ്പും കൂടെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് വന്നതെന്നുള്ളത് പിടികിട്ടും. വ്യക്തമായോ? അപ്പൊ നമ്മൾ എന്തോ ചെയ്തത്, ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഒരു റെക്ടാങ്കിൾ ഉണ്ട്, ആ റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താ പറഞ്ഞേക്കുന്നത്? ആ റെക്ടാങ്കിളിനെ രണ്ട് ലൈൻ ഉപയോഗിച്ച്, അതായത് ഒരു ബ്രോക്കൺ ലൈൻ ഉപയോഗിച്ച് രണ്ട് ഭാഗമാക്കിയിരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആ ബ്രോക്കൺ ലൈൻ പകരം ഒരു സിംഗിൾ ലൈൻ ഉപയോഗിച്ച് നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്യണം. ക്വാഡ്രിലാറ്ററിനെ തന്നെ ക്വാഡ്രിലാറ്ററിനെ അല്ല, റെക്ടാങ്കിളിനെ സെപ്പറേറ്റ് ചെയ്യണം. പക്ഷെ കിട്ടുന്ന ഭാഗത്തിന് രണ്ട് ഭാഗങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്ന അതേ ഏരിയ ആയിരിക്കണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്തത്? ഇവിടെ PR കണക്ട് ചെയ്തു, അതിന് പാരലായിട്ട് ലൈൻ വരച്ചു, എന്നിട്ട് മീറ്റ് ചെയ്ത പോലെ കണക്ട് ചെയ്തു. ഇനി എങ്ങനെയാ ഈക്വൽ ആയെന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ആദ്യം ഉണ്ടായിരുന്ന ഏതാ? പെന്റഗൺ. പെന്റഗൺ എന്ന് പറയുന്നത് ഒരു ക്വാഡ്രിലാറ്ററലും PQR എന്ന് പറയുന്ന ട്രയാങ്കിളും ചേരുന്നതാണ്. അതവിടെ നമ്മൾ എഴുതി നിർത്തി. എന്നിട്ട് നമ്മൾ പറഞ്ഞു പാരലൈൻസ് ഇടയ്ക്ക് രണ്ട് ട്രയാങ്കിൾസും സെയിം ബേസ് ആണെങ്കിൽ ഏരിയ സെയിം ആണെന്ന് അറിയാം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ രണ്ട് ട്രയാങ്കിൾ PQRന്റെ PSRന്റെ ഏരിയ ഈക്വൽ നമുക്ക് കിട്ടി. എന്നിട്ട് നമുക്കിപ്പോ ആ സ്ട്രെയിറ്റ് ലൈൻ വരച്ചപ്പോ, സിംഗിൾ ലൈൻ, നമുക്ക് ഈ RS ആണ് നമ്മുടെ റിക്വയർഡ് ലൈൻ, നമ്മൾ വരച്ച ലൈൻ, ആൻസർ ലൈൻ എന്ന് പറയുന്നത് അതാണ്. അത് വരച്ചപ്പോ കിട്ടിയത് എങ്ങനെയാ? ഒരൊറ്റ ലൈൻ വരച്ചത് കൊണ്ട് പെന്റഗണ് പകരം രണ്ട് ക്വാഡ്രിലാറ്ററലായിട്ടാണ് കിട്ടിയത്. ഓക്കെ, ഏതൊക്കെയാ? ASRD എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററലും അതുപോലെ RCBS എന്ന് പറയുന്ന മറ്റൊരു ക്വാഡ്രിലാറ്ററലുമായിട്ടാണ് കിട്ടിയത്. ഓക്കെ ആണല്ലോ? അതിലെ ഒരു ക്വാഡ്രിലാറ്ററിന്റെ ഏരിയ ആദ്യത്തെ ഒരു ഭാഗത്തിന് ഏരിയക്ക് ഈക്വൽ എന്ന് തെളിയിച്ചാൽ മതി, നമ്മുടെ ആൻസർ ആയി. അപ്പൊ എന്ത് ചെയ്തു? ആ പെന്റഗന്റെ ഏരിയ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് ഒരു ക്വാഡ്രിലാറ്ററലും ഒരു ട്രയാങ്കിളും കൂടെ ചേരുന്നതാണ്. ആ ക്വാഡ്രിലാറ്ററിന്റെ ഏരിയ പ്ലസ് ട്രയാങ്കിൾ PSR ആണ്. ആ PSR എന്തിന് ഈക്വൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്? PQRന് ഈക്വൽ എന്ന് പറഞ്ഞു. അപ്പൊ അതോടെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞപ്പോ എന്ത് കിട്ടി? ഇത് ആദ്യത്തെ ഏരിയക്ക് ഈക്വൽ ആയിട്ട് കിട്ടി. അതുകൊണ്ട് RS എന്ന് പറയുന്നത് നമ്മുടെ റിക്വയർഡ് ലൈൻ ആണ്. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി നമുക്ക് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഇവിടെ നിങ്ങൾ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യേണ്ട സ്റ്റെപ്പുകൾ പറയുന്നത്, ഇവിടെ ഒരു ചെറിയ മെഷർമെന്റ്സ് നമുക്ക് എടുക്കാനുണ്ട്. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഇപ്പൊ പറയാ പോസിബിൾ അല്ല. എങ്കിലും ചെയ്യേണ്ട രീതി ഞാൻ പറയാം. ആദ്യം നമ്മള് റെക്ടാങ്കിളിന്റെ എല്ലാ ലെങ്തും ഉണ്ട്. ഇത് 3 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഇങ്ങോട്ട് 3 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ റെക്ടാങ്കിളിന്റെ ലെങ്ത് കിട്ടും എത്രയാ? 2 ഉം 3 കൂടെ ആവുമ്പോൾ 5 സെന്റിമീറ്റർ. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ. ഓക്കെ ആണല്ലോ? ലെങ്ത് ആയി, ബ്രെഡ്ത്ത് ആയി. അപ്പൊ അതിന്റെ ഏരിയ കിട്ടത്തില്ലേ? ഏരിയ ഓഫ് റെക്ടാങ്കിൾ. ഏരിയ ഓഫ് റെക്ടാങ്കിൾ നമുക്ക് ആ രണ്ട് ഭാഗത്തിന്റെ ഏരിയകളാണ്. ഈ രണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടിയ രണ്ട് ഭാഗത്തിന്റെ ഏരിയയല്ലേ വേണ്ടുന്നത്. കാൽക്കുലേറ്റ് ഏരിയ ഓഫ് ദീസ് പാർട്സ്. ഓക്കെ, രണ്ട് പാർട്സിന്റെ ഏരിയ ആണ് നമുക്ക് വേണ്ടുന്നത്, റെക്ടാങ്കിളിന്റെ ഏരിയ അല്ല. അപ്പം 5 ഇൻറ്റു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. 5 ഇൻറ്റു 3 എന്ന് പറയുന്നത് 15 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് വേണ്ടുന്നത് എന്തുവാ? ഈ രണ്ട് ഭാഗത്തിന്റെ ഏരിയ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് ഭാഗം ASRDയുടെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. സ്വാഭാവികമാണ്, റെക്ടാങ്കിൾ ആയതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ് പാരലൽ അല്ലേ? അപ്പോ ഈ കിട്ടിയ ഭാഗം ASRD മാത്രം ഞാൻ സെപ്പറേറ്റ് ഒന്ന് വരച്ച് കാണിക്കാം. ASRD ആണോ? ASRD നിങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ക്വാഡ്രിലാറ്ററലാണ്, കൂടാതെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് പാരലായിട്ട് കിട്ടി. ഒരു ക്വാഡ്രിലാറ്ററിന്റെ 1 പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ് പാരൽ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്തുവാ? അതിനെ വിളിക്കുന്ന പേരാണ് ട്രപ്പീസിയം, ലംബകം എന്ന് വിളിക്കും. അതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ കഴിഞ്ഞ വർഷം പഠിച്ചതല്ലേ? ഏരിയ എങ്ങനെ വിളിക്കുന്നത്? ½ H × A + B എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്.
ഓക്കെ ആണല്ലോ. അത് ഉപയോഗിച്ചിട്ട് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഓക്കെ ആണല്ലോ. അതിനകത്ത് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമുക്ക് എഴുതാം. അപ്പോ ഇവിടെ ASRD നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രപ്പീസിയമാണ്. അതൊന്ന് എഴുതി കാണിക്കണം. ഇതിനകത്ത് നമുക്ക് എല്ലാം ഒരു മെഷർമെന്റ് നമുക്ക് എഴുതാൻ പോസിബിൾ അല്ല. ഇവിടെ AS ആണ് ഞാൻ A ആയിട്ട് എടുക്കുന്നതിരിക്കട്ടെ. ആ A ഇവിടെ എഴുതുക എന്ന് വെച്ചാൽ പോസിബിൾ അല്ല. ആ A എന്ന് പറയുന്നത് AS ആണ്. കാര്യം ഇത് 2 സെന്റിമീറ്റർ ആണെന്ന് അറിയാം. ഇത് നമ്മൾ പാരലൽ വരച്ചത് എത്രയാണ് കൃത്യമായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ അത് എന്ത് ചെയ്യണം, സ്കെയിൽ വെച്ച് വേണം മെഷർ ചെയ്യാൻ. സ്കെയിൽ വെച്ച് മെഷർ ചെയ്താലേ കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം ഈ ലെങ്ത് എന്ന് പറയുന്നത് നിങ്ങൾ സ്കെയിൽ വെച്ച് മെഷർ ചെയ്യാം. അപ്പം AS ബാക്കിയെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. B എന്ന് പറയുന്നത് എന്തുവാ, ഇതാണ് B ആയിട്ട് വരുന്നത് പാരലൽ സൈഡ്സ്. അത് 1 സെന്റിമീറ്റർ ആണ്. ഇനി H എന്ന് പറയുന്നത് എന്തുവാ, ഇതല്ലേ 3 സെന്റിമീറ്റർ അല്ലേ, 3 സെന്റിമീറ്റർ. ഏരിയയുടെ ഇക്വേഷൻ എന്തുവാ, ഏരിയ എന്ന് പറയുന്നത് ഹാഫ് H ഇൻറ്റു A പ്ലസ് B ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഹാഫ് ഇൻറ്റു H ന്റെ വാല്യൂ 3 ആണ്. A നമുക്ക് അറിയത്തില്ല, അതവിടെ നിങ്ങൾ അളന്ന് കണ്ടുപിടിച്ച വാല്യൂ ഇവിടെ കൊടുക്കണം. AS പ്ലസ് മറ്റേത് 1 കൊടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു ആൻസർ കിട്ടും. എന്തിന്റെ ആൻസർ, ASRD എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ കിട്ടും. ഓക്കെ ആണല്ലോ. ASRD എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഭാഗത്തിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്നത് ഞാൻ പറഞ്ഞു. ടോട്ടൽ ഏരിയ നമ്മുടെ കയ്യിലുണ്ട്, ഒരു ഭാഗത്തിന്റെ ഏരിയയും കിട്ടി. അടുത്ത വേണമെങ്കിൽ ഇതേ രീതി കണ്ടുപിടിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ആ ടോട്ടൽ ഏരിയ 15 അകത്തുനിന്ന് ഇപ്പൊ കിട്ടുന്ന ആൻസർ എന്ത് ചെയ്താൽ മതി, സബ്ട്രാക്ട് ചെയ്താൽ മതി. ടോട്ടൽ മാക്സിമം ഏരിയ 15 ആണ്. അതിനകത്തുനിന്ന് ASRDയുടെ ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് അടുത്തത്. അതും എന്ത് ചെയ്യുന്നുണ്ട്, ട്രപ്പീസ് വെച്ച് വേണമെങ്കിലും കണ്ടുപിടിക്കാം. അതും അവിടെ നമുക്ക് RC കിട്ടും, പക്ഷെ ഈ BS കിട്ടത്തില്ല. ഹൈറ്റിന് മാറ്റമൊന്നുമില്ല, H 3 തന്നെയാണ്. അപ്പൊ ഈ ലെങ്ത് കിട്ടും, ഈ ലെങ്ത് കിട്ടത്തില്ല. ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പൊ അതേ കാര്യം, അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, അളന്ന് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ പറയുന്നത് ആദ്യം റെക്ടാംഗിൾ ഏരിയ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ASRDക്കകത്ത് ഒരു മെഷർമെന്റ് മാത്രമേ ഉള്ളൂ ഇല്ലാത്തത്. അത് നമ്മൾ അളന്ന് കണ്ടുപിടിക്കാനുള്ളതാണ്. മെഷർ ചെയ്തിട്ട് ആ ലെങ്ത് നിങ്ങൾ കൃത്യം ചിലപ്പോൾ ഡെസിമൽ ഒക്കെ ആയിരിക്കും വരുന്നത്, അത് എഴുതുക. അത് ഉപയോഗിച്ച് കാൽക്കുലേഷൻ നടത്തിയിട്ട് ഇതേ സ്റ്റെപ്പിൽ ഉപയോഗിച്ചിട്ട് ഇവിടെ ASന് പകരം വാല്യൂ കൊടുത്താൽ മാത്രം മതി. ബാക്കി എല്ലാ സ്റ്റെപ്പുകളും ഇങ്ങനെ തന്നെയാണ്. എഴുതിയിട്ട് എന്ത് ചെയ്യുക, എഴുതി കഴിഞ്ഞിട്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഏരിയ ഇവിടെ ഒരു ഏരിയ നമുക്ക് കിട്ടും. ആ ഏരിയ വെച്ചാൽ ടോട്ടൽ ഏരിയ എന്ത് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് പാർട്ടിന്റെയും ഏരിയ കിട്ടും. അപ്പൊ ഏരിയ ഓഫ് ഈച്ച് പാർട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് എഴുതി കാണിക്കുക. വേണമെങ്കിൽ ഒരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾ എഴുതുമ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ സ്റ്റെപ്പുകൾ ഇത് തന്നെ ഫോളോ ചെയ്താൽ മതി. കൺസ്ട്രക്ഷൻ ആണ് ഇമ്പോർട്ടന്റ്. സ്റ്റെപ്പ് എഴുതുമ്പോൾ നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ നിങ്ങൾ പ്രൂഫ് ഒന്നും പറഞ്ഞുകൊണ്ട് സ്റ്റെപ്പുകൾ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എഴുതുമ്പോൾ എന്താ എഴുതുന്നത്, ദാറ്റ് ഈസ് ഏരിയ ഓഫ് പെന്റഗൺ ഏതാ APQRD ഈക്വൽ ടു ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ ASRD. അതും കൂടെ നിങ്ങളൊന്ന് ചേർത്തോ. ഓക്കെ ആണല്ലോ. അതുപോലെ എഴുതിയിട്ട് പിന്നെ നിങ്ങൾ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ സ്റ്റെപ്പിൽ ചെയ്യുക. ലെങ്ത് ഓഫ് റെക്ടാംഗിൾ 5 സെന്റിമീറ്റർ, ബ്രെഡ്ത്ത് ഓഫ് റെക്ടാംഗിൾ 3 സെന്റിമീറ്റർ, ഏരിയ ഓഫ് റെക്ടാംഗിൾ എന്ന് എഴുതിയിട്ട് ഇത് എഴുതുക. എന്നിട്ട് ASRDയുടെ മെഷർമെന്റ്സ് കാര്യങ്ങളെല്ലാം, ASRD എന്ത് ചെയ്യുന്നുണ്ട്, ട്രപ്പീസിയം ആണെന്ന് കാണിക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, ഏരിയ കണ്ടുപിടിക്കുക. എന്നിട്ട് രണ്ടാമത്തെ പാർട്ടിന്റെ ഏരിയ എന്ന് പറയുന്നത് ആ ടോട്ടൽ ഏരിയക്കകത്തുനിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഇന്ന് തൽക്കാലം നമുക്ക് ഈ ക്വസ്റ്റ്യൻ കൊണ്ട് അവസാനിക്കാം. അടുത്ത ദിവസം നമ്മൾ അടുത്ത പാർട്ടാണ്, അടുത്ത കൺസ്ട്രക്ഷൻ ഏറെക്കുറെ ഇതുകൊണ്ട് അവസാനിക്കുകയാണ്. ഇനി നമ്മൾ പുതിയൊരു ഭാഗമാണ് എടുക്കാൻ പോകുന്നത്, ട്രയാങ്കിൾ ഡിവിഷൻ. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി വിശ്വസിക്കുന്നു. ഇത്തിരി പ്രയാസമുള്ള ഒരു ഏരിയ ആയിരുന്നു, കുറച്ചുകൂടെ ശ്രദ്ധിച്ച് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്തിരുന്നാൽ മതി. ഓക്കെ, അപ്പം നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.